നമസ്കാരം. ഒരുപാട് പേര് കൺസൾട്ടിങ് മേഖലയിലേക്ക് വരണമെന്നും കൺസൾട്ട് ചെയ്യണമെന്നും പല ബിസിനസ് സംരംഭകരും ഇപ്പോൾ നല്ല കൺസൾട്ടൻസിനെ തേടി നടക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പം കൺസൾട്ടിങ് എന്താണ്, അല്ലെങ്കിൽ എന്തിന് കൺസൾട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ച് നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട ഒരു ആവശ്യകതയാണ്. വലിയ ബ്രാൻഡുകൾക്കെല്ലാം സത്യത്തിൽ ശക്തമായിട്ടുള്ള മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നിങ്ങൾ ലോകത്തുള്ള വലിയ ബ്രാൻഡുകൾ ഏതെടുത്ത് നോക്കിയാലും, എന്തിനാ കേരളത്തിലുള്ള ബ്രാൻഡുകൾ എടുത്ത് നോക്കിയാൽ തന്നെ ഉറപ്പാണ് അവരുടെ ജൈത്ര യാത്രയ്ക്ക് പിന്നിൽ ഏതെങ്കിലും ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് സ്ഥാപനം ഉണ്ടാവും. അപ്പോൾ എന്തിന് കൺസൾട്ട് ചെയ്യണം, എങ്ങനെ കൺസൾട്ട് ചെയ്യണം, കൺസൾട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൺസൾട്ടിങ് സത്യത്തിലൊരു പ്രോസസ്സാണ്. ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോയിക്കൊണ്ട് ഒരു ബിസിനസ്സിൻ്റെ അവസ്ഥ എന്തെന്ന് പഠിച്ചുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ഗ്യാപ്പുകളെ അടയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ടാക്കുക, സിസ്റ്റംസ് ഡിവൈസ് ചെയ്യുക, റിപ്പോർട്ടുകളും സ്ട്രക്ചറുകളും റിവ്യൂ സിസ്റ്റംസും ഒക്കെ ഡിവൈസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിനെ കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യുന്നതിനും കുറേ കൂടെ സ്ട്രീം ലൈൻ ചെയ്ത് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനുമാണ് കൺസൾട്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സത്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞൊരു ഉദാഹരണം കൂടെ പറയാം. പണ്ട് ഞങ്ങൾ കൺസൾട്ട് ചെയ്തിരുന്ന ഒരു ബ്രാൻഡിൻ്റെ കഥ കൂടി പറയുമ്പോഴായിരിക്കും അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ ഞങ്ങളുടെ അടുത്തൊരു ബ്രാൻഡ് വന്നു, ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് ആണ്. കിയാസ്കോ ഇൻ്റർനാഷണൽ, കോട്ടക്കലിൽ നിന്നുള്ള ഈ ഫാബ്രിക്സ് ഒക്കെ, ടീഷർട്ട്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നൊരു ബ്രാൻഡാണ് കിയാസ്കോ ഇൻ്റർനാഷണൽ. വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട്, ഇപ്പോൾ വലിയ കമ്പനിയായി GCC-യിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷമാണ് ഞങ്ങൾക്കത് കാണുമ്പോൾ. സത്യത്തിൽ കിയാസ്കോയുടെ ചെയർമാൻ ഫൈസൽക്ക ഞങ്ങളടുത്ത് വരുന്ന സമയത്ത് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് അക്കൗണ്ട്സ് ഒക്കെ പ്രശ്നമാണ്, ഞങ്ങളുടെ അക്കൗണ്ട്സ് ഒന്ന് ശരിയാക്കി തരണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമുക്കിത് എന്താണെന്ന് നോക്കണം, എന്താണെന്ന് പഠിക്കണം, പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നിട്ടും ഉറപ്പിച്ചു തന്നു അക്കൗണ്ട്സിലാണ് പ്രശ്നം എന്നുള്ളത്. അതിനുശേഷം ഞങ്ങളവിടെ ചെല്ലുകയാണ്. ചെന്നതിന് ശേഷം ഞങ്ങൾ മനസ്സിലാക്കുന്നു അക്കൗണ്ട്സിലല്ലായിരുന്നു പ്രശ്നം, പകരം ഇൻവെൻട്രി മാനേജ്മെൻറ്റിലായിരുന്നു പ്രശ്നമെന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അത്യാവശ്യം ഇൻവെൻട്രിക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഓൺട്രപ്രണർ അത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നിങ്ങളുടെ ഇൻവെൻട്രിയിൽ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻവെൻട്രി തെറ്റാണെങ്കിൽ, നിങ്ങളുടെ ഇൻവെൻട്രിയിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ അക്കൗണ്ട്സിനെ അത് എഫക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന ട്രാൻസാക്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകളും തെറ്റായിരിക്കുമെന്നുള്ളത് സത്യമല്ലേ? അപ്പം സത്യത്തിൽ പ്രശ്നം കിയാസ്കോയിൽ ഇതായിരുന്നു. അതായത് ഇൻവെൻട്രി കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അക്കൗണ്ട്സ് സത്യത്തിൽ കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ അല്ല തരുന്നത്, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അക്കൗണ്ട്സിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ഇൻവെൻട്രി ശരിയാക്കണമെങ്കിൽ എന്താണ്, മറ്റൊരുപാട് പ്രശ്നങ്ങൾ ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇൻവെൻട്രിയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ രീതി കറക്റ്റാണോ, അവിടെ ഒരു കൃത്യമായിട്ടുള്ള മെക്കാനിസം ഉണ്ടോ, പർച്ചേസ് ചെയ്ത് വരുന്നതിൻ്റെ എൻട്രീസ് കറക്റ്റാണോ, ഇതൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കറക്റ്റ് ആവുന്നത്, ഇൻവെൻട്രി കറക്റ്റ് ആവുന്നത്. ഈ ഇൻവെൻട്രി കറക്റ്റ് ആവുമ്പോൾ മാത്രമേ എന്തുണ്ടാവൂ, ഫൈസൽക്കയുടെ പ്രശ്നം പരിഹരിക്കപ്പെടൂ. അപ്പോൾ അങ്ങനെ ആ കൺസൾട്ടിങ് ഏകദേശം ഒരു 6 മാസത്തിന് മുകളിൽ ഞങ്ങൾ ചെയ്യുകയും കിയാസ്കോ എന്ന് പറയുന്ന ബ്രാൻഡ് കേരളത്തിൽ നിന്ന് GCC-യിലേക്ക് വളരുകയും വലിയൊരു ബ്രാൻഡായി മാറുകയും ഇപ്പോൾ ഈ ഫ്ലാഗുകളൊക്കെ ഉണ്ടാക്കുക, നമ്മളിപ്പോൾ ഇവൻസിനൊക്കെ കാണുന്ന ഫ്ലാഗ്സ് ഉണ്ടാക്കുക, പല തരത്തിലുള്ള ജേഴ്സികൾ ഉണ്ടാക്കുക, അങ്ങനെ വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു കിയാസ്കോ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ഇത്തരത്തിലാണ് കൺസൾട്ടിങ് ഒരു സ്ഥാപനത്തെ സഹായിക്കുന്നത്. കൺസൾട്ടിങ് എന്ന് പറയുന്നത് സത്യത്തിൽ ശരിക്കും ഒരു ഓൺട്രപ്രണർക്ക് ഒരു പക്ഷേ അറിയാതെ പോകുന്ന, കാണാൻ പറ്റാതെ പോകുന്ന, മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ചില ഗ്യാപ്പുകൾ, ചില ന്യൂനതകൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകാം. ആ ന്യൂനതകൾ ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിനെ മുകളിലേക്ക് നയിക്കുന്നതിന് പകരം പിന്നോട്ടടിക്കുകയും അല്ലെങ്കിൽ കൂപ്പുകുത്തുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതും ഇതൊരു പക്ഷേ നിങ്ങൾ ഈ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് സ്ഥാപനത്തിന് നിരന്തരമായി ഇത്തരം ബിസിനസ്സുകളും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ മാനേജ്മെൻറ്റ് ഫ്രെയിം വർക്കുകളും അറിയാവുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റഡി നടത്തുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്യാപ്പ്, ഈ ഗ്യാപ്പുകൾ ഇങ്ങനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരുപാട് പേര് കൺസൾട്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ ഈ വീഡിയോ ഇടാനുള്ള ഒരു പ്രധാന കാരണം അതാണ്. കൺസൾട്ടിങ്ങിനൊക്കെ പൈസ കൊടുത്തിട്ട് ഇപ്പോൾ എന്ത് കാണിക്കാനാ, വല്ല ആവശ്യമുണ്ടോ? ആ പൈസ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെ ടൂറ് പൊക്കോളൂ. കണ്ടവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. അപ്പോൾ അതല്ല സത്യം. സത്യം ഇതാണ്, കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു മേഖലയാണ്.
കൺസൾട്ടിങ് നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാകുന്നു, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രീം ലൈനിങ് ഉണ്ടാകുന്നു. കാരണം നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെയാണ് പരിഹരിക്കുന്നത്. ആക്ച്വലി കൺസൾട്ടൻസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിനെ പോലെയും ബിസിനസ് ഒരു പേഷ്യൻറ്റിനെ പോലെയുമാണ്. നമ്മൾക്ക് ആ ഒരു പേഷ്യൻറ്റിന് എങ്ങനെയാണ് ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അയാളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും റേഡിയോളജി ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്നത്. അതേപോലെ കൺസൾട്ടൻസ് എന്താണ് ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ ഒരു എക്സ്റേ എടുക്കുന്നുണ്ടാവാം, ബിസിനസ്സിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നുണ്ടാവാം, ബിസിനസ്സിനെ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്നുണ്ടാവാം. ഇത്തരത്തിലുള്ള പരിശോധനകളിലൂടെ കിട്ടുന്ന ചില ബുദ്ധിമുട്ടുകൾ എന്തെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിൻ്റെ പരിഹാരങ്ങൾ, മെഡിസിൻസ് അഥവാ മരുന്ന് കുറിപ്പുകൾ ഉണ്ടാക്കുന്നത്. ആ മരുന്ന് കുറിപ്പുകളിൽ ഉണ്ടാകുന്നത് പ്രോസസ്സുകളായിരിക്കാം, അല്ലെങ്കിൽ പുതിയ റിപ്പോർട്ടിംഗ് സ്ട്രക്ചറുകളായിരിക്കാം, പുതിയ മാൻ പവറിനെ ഹയർ ചെയ്യുന്നതായിരിക്കാം, പലതുമായിരിക്കാം. എനിവേ, കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒരിക്കലും ഒരു എക്സ്പെൻസ് അല്ല. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ യുവർ ബിസിനസ് ടു ഗ്രോ എന്നുള്ളതൊരു സത്യമാണ്. സോ നല്ല കൺസൾട്ടൻസിനെ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഇനിയും വലിയ വിജയങ്ങളിലേക്ക് ഉയർത്തുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഒരുപാട് വലിയ ബ്രാൻഡുകൾ കേരളത്തിൽ ജനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.